ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. വചനകിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. 13-ാം നൂറ്റാണ്ടിലെ പേർഷ്യൻ കവിയും സൂഫി ഗുരുവുമായ ജലാലുദ്ദീൻ റൂമിയുടെ വിപുലമായ കവിതാ സമാഹാരമായ മസ്നവി ഈ മനവിയിൽ മനോഹരമായ ഒരു കവിതാഭാഗമുണ്ട്. ഒരിക്കൽ അറിവിലും ധ്യാനത്തിലും പ്രശസ്തനായ ഒരു ഗുരു തൻ്റെ പ്രിയ ശിഷ്യനെ വിളിച്ചുകൊണ്ട് ഏറ്റവും ഉയർന്ന ഒരു മലയുടെ നെറുകയിലേക്ക് എത്തിച്ചേർന്നു. അവിടെ നിന്ന് താഴേക്ക് നോക്കിയാൽ അഗാധമായ ഗർത്തം, മഞ്ഞിൻ്റെ അടരുകൾ എന്നിവ കാണാമായിരുന്നു. ജീവൻ നഷ്ടപ്പെടാൻ സാധ്യതയുള്ളതും ഭയം തോന്നിക്കുന്നതുമായ ഒരവസ്ഥയായിരുന്നു അത്. ഈ അഗാധമായ ഗർത്തത്തിന് മുന്നിൽ ശാന്തനായി നിന്നുകൊണ്ട് ഗുരു ശിഷ്യനോട് കൽപ്പിച്ചു, ചാടൂ. ശിഷ്യൻ അവിശ്വാസത്തോടെ ഗുരുവിനെ നോക്കി. തൻ്റെ ശരീരം അപകടത്തിൽപ്പെടുമെന്ന് ചിന്തിച്ച അവൻ ഭയത്തോടെ പറഞ്ഞു, ഗുരുവേ, എനിക്ക് ഭയമാണ്. ഗുരു ശാന്തനായി എന്നാൽ ദൃഢമായ സ്വരത്തിൽ 2-ാം വട്ടവും പറഞ്ഞു, താഴേക്ക് ചാടൂ. എന്നിട്ടും ശിഷ്യന് ഗുരുവിൻ്റെ കൽപ്പന അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. അവൻ ഭയപ്പെട്ടു നിന്നു. ഗുരു ഒടുവിൽ ക്ഷമയോടെ കാത്തിരുന്ന ശേഷം വീണ്ടും 3-ാമതും കൽപ്പിച്ചു, ചാടൂ എന്ന്. എന്നിട്ട് ഒരു വാക്കുപോലും പറയാതെ ഗുരു ശിഷ്യനെ താഴേക്ക് തള്ളിയിടുകയും ചെയ്തു. ശിഷ്യന്റെ കാലുകൾ നിലത്ത് നിന്ന് വേർപെട്ട് ഭയത്തിൻ്റെയും നിസ്സഹായതയുടെയും ഒരു നിമിഷത്തിലൂടെ അവൻ താഴേക്ക് താഴ്ന്നു. അപ്പോഴാണ് അവന് മനസ്സിലാകുന്നത് തനിക്ക് പറക്കാൻ ചിറകുകളുണ്ടായിരുന്നുവെന്ന്. അവൻ്റെ ഭയം അവനിൽ നിന്ന് അകന്നുപോയപ്പോൾ അവൻ മുമ്പ് ചിന്തിച്ചതും ഭയന്നതുമായ എല്ലാ പരിമിതികളെയും ഭേദിച്ച് ആകാശത്തേക്ക് പറന്നുയരാൻ അവന് സാധിച്ചു. നമ്മുടെ ഭയങ്ങളാണ് നമ്മുടെ ചിറകുകളെ മറച്ചു പിടിക്കുന്ന ഭാരം. ജീവിതത്തിൽ പലപ്പോഴും ദൈവം തന്നിരിക്കുന്ന ചിറകുകൾ ഉപയോഗിച്ച് ഉയരത്തിലേക്ക് പറക്കാൻ സാധിക്കാത്തതും ഈ ഭയം കാരണമാണ്. വിശ്വാസം എന്നത് പുറമേ കാണിക്കുന്ന ഒന്നല്ല, അത് ദൈവത്തെ അനുഭവിക്കുന്ന ഒരവസ്ഥയാണ്. നമ്മുടെ സ്വന്തം അവിശ്വാസത്തിൻ്റെ തുരുമ്പ് നീക്കം ചെയ്യപ്പെടുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതങ്ങളെ അംഗീകരിക്കുവാനും ആഘോഷിക്കുവാനും നമ്മുടെ ഹൃദയത്തിന് സാധിക്കും. ലക്ഷ്യത്തിലേക്ക് ഉയർന്നു പറക്കുവാനും നമുക്ക് സാധിക്കും. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു കയറും. അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യുമെന്ന് യെശയ്യാ 40:31 പറയുന്നു. ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് പിന്നെ എന്തിനാണ് ഭയം? ഭയത്താൽ ഉപയോഗിക്കാതെ തുരുമ്പിച്ചു പോയ ചിറകുകൾ പുതുക്കേണ്ടിയിരിക്കുന്നു. ഉയർന്നു പറക്കുവാൻ, അതിജീവിക്കുവാൻ, പ്രതിസന്ധികളെ മറികടക്കുവാൻ ദൈവം തന്നിരിക്കുന്നതാണ് ആ ചിറകുകൾ. ക്രിസ്തുവിൽ ആശ്രയിച്ച് കഴുകിനെ പോലെ ഉയർന്നു പറക്കുവാൻ ഏവർക്കും ഇടയാകട്ടെ. ശുഭദിനം നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇനി എന്നിൽ സ്ഥാനമില്ല, എൻ ഭാവിയെല്ലാം താതൻ കരങ്ങളില. നിരാശ ഇനി എന്നെ തൊടുകയില്ല, പ്രത്യാശയാൽ അനുദിനം വർദ്ധിക്കട്ടെ.